അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് അറബി. ഞാൻ ആദ്യം ഒരു കഥ പറഞ്ഞുതരാം. എല്ലാവർക്കും കഥ ഇഷ്ടല്ലേ? ശ്രദ്ധിക്കണേ. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ഇർഷാദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇർഷാദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തായിരുന്നു നമ്മുടെ അർണബ്. എന്താ? മുയൽ. ഒരു ദിവസം അർണബിനെ കാണാതായപ്പോൾ ഇർഷാദ് എല്ലാ സ്ഥലത്തും പരുതി, എവിടെയും കാണാനില്ല. എന്നിട്ട് അർണബിൻ്റെ വീട്ടിൽ പോയി, അവിടെയും ഇല്ല. അർണബിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിൻ്റെ നേരെ നിന്ന് അവൻ ചോദിച്ചു, മൻ? ആരാ? അപ്പോൾ അവിടെ നിന്ന് ഒരു ഉത്തരം കിട്ടി, അന അർണബ്. നമ്മുടെ ഇർഷാദിന് വളരെ സന്തോഷമായി. എന്നിട്ട് ചോദിച്ചു, ഇലാ ഐന? നീ എങ്ങോട്ടാ പോകുന്നേ? അതിൻ്റെ ഉത്തരം കൊടുക്കാതെ നമ്മളുടെ അർണബ് പോയി. ഇർഷാദിന് അത് കണ്ട് സങ്കടമായി. അപ്പോൾ നമ്മുടെ ഇർഷാദ് ഒരു പാട്ട് പാടി. ആ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. യാ ഹബീബി അൻത ഹിബ്ബി യാ അസീസി അൻത ഇസ്സി യാ അനീസി അൻത ഉൻസി ലാ തുഫാരിഖ്നി അസീസി. കേട്ടില്ലേ? പാട്ട് നല്ല പാട്ടായിരുന്നല്ലേ? അങ്ങനെ വിഷമിച്ചു. അപ്പോൾ ആ കഥയിൽ നിന്ന് എത്ര പേര് പഠിച്ചു? 2 പേര് പഠിച്ചല്ലേ? ഏതെല്ലാമാണ് ആ 2 പേര്? അർണബ്. അതെങ്ങനെ എഴുതുമെന്ന് പഠിക്കാം. അർണബ്. എന്താ? അർണബ്. അർണബുൻ. എന്താ? അർണബുൻ. എന്താ? അർണബുൻ. വിളിച്ചു പറ, അർണബുൻ. പിന്നെ ആരാ? ഇർഷാദുൻ. ഇർഷാദുൻ. എന്താ? ഇർഷാദുൻ. എന്താ? ഇർഷാദുൻ. വെച്ചു പറ, എന്താ? ഇർഷാദുൻ. ഇനി ഇതിന്റെ ഫസ്റ്റ് അക്ഷരം എന്താ? എന്താ വായിക്കാം? വെച്ചു പറ. ഇനി ഇതിന്റെ ഫസ്റ്റ് അക്ഷരം എന്താ? ഇ. എന്താ? ഇ. എന്താ? വെച്ചു പറ. ഇ. അർണബുൻ. ഇ. ഇർഷാദുൻ. അർണബുൻ. ഇ. ഇർഷാദുൻ. അർണബുൻ. ഇ. ഇർഷാദുൻ. എല്ലാവർക്കും ഇത് പഠിച്ചില്ലേ? നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരം എന്താ? പിന്നെ ഇ. 2 അക്ഷരവും നിങ്ങൾ പഠിച്ചല്ലേ? നാളെ വരുമ്പോൾ നിങ്ങൾ വായിച്ച് പഠിച്ച് എഴുതി വരണം. ഇനി ബാക്കി നാളെ പറയാം. എന്നാൽ ഞാൻ പോകുന്നു. അസ്സലാമു അലൈക്കും.